ഹായ്. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല തകൃതിയായിട്ട് നടക്കുകയായിരിക്കും അല്ലേ? എടാ, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം കേട്ടോ. അതാണ് ലെറ്റർ ടു ദ എഡിറ്റർ അല്ലേ? ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഫോമാറ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിനുള്ളൊരു മാർക്ക് വാങ്ങിക്കാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു ലെറ്റർ ആണ്. അപ്പോൾ ഒരു കത്തിന്റെ ഫോർമാറ്റ് നമുക്ക് അറിയണമല്ലോ. ഈ കത്തിന്റെ ഫോർമാറ്റ് തന്നെ ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇതൊരു ഫോർമൽ ലെറ്റർ ആണ് അല്ലെ? ലെറ്റർ ടു ദ എഡിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഫോർമൽ ലെറ്റർ ആണ്. എന്ത് ലെറ്റർ ആണെടാ? അതൊരു ഫോർമൽ ലെറ്റർ ആണ്. സോ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ഈ ലെറ്റർ ടു ദ എഡിറ്റർ ആരാണ്? നമ്മുടെ മാമനോ അല്ലെങ്കിൽ അല്ലെ നമ്മുടെ അങ്കിളോ ആന്റിയോ ആരും അല്ല എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേ ബി ആയിരിക്കാം, എന്നാൽ പോലും ഒരു ഓഫീസിലൂടെയുള്ള ഒരു കത്തായതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം, ഒരു ഫോർമൽ സ്വഭാവം സൂക്ഷിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിത് അവിടെ നമ്മളൊരു ഡേറ്റ് കൊടുക്കണം അല്ലെ? ഡേറ്റ് നിങ്ങൾ ഇടാൻ വേണ്ടി മറക്കരുത്. ദെൻ ദ എഡിറ്റർ ദ വ്യൂസ് അല്ലെ? എഡിറ്ററുടെ പേരും അഡ്രസ്സും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം എല്ലാവരും തെറ്റിക്കുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന വലിയൊരു സംഗതിയാണ് എന്താ ഈ കാണുന്ന സബ്ജക്റ്റ് ലൈന്. ഓക്കെ, സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുമ്പം ഇനി ചിലരുണ്ട് എന്ത് ചെയ്യും, സബ്ജക്റ്റ് ലൈനിൽ ഒരുപാട് എന്തൊക്കെയോ എഴുതി വെക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. സബ്ജക്റ്റ് ലൈനിൽ ഏറ്റവും ബ്രീഫായിട്ട് നമ്മുടെ കാര്യം എന്താണോ അതിന് ഏറ്റവും ബ്രീഫായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത് ആ ഒരു സബ്ജക്റ്റ് ലൈനിൽ കേട്ടോ. സോ അങ്ങനെ ഏറ്റവും ബ്രീഫായിട്ട് നമ്മുടെ ഇഷ്യൂവിന് അതിനകത്ത് പറയുകയാണ് ചെയ്യേണ്ടത്. റിഗാർഡിങ് എന്ന് പറഞ്ഞിട്ട് മിക്കവാറും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിഗാർഡിങ് സംബന്ധിച്ച് എന്നുള്ളതാണ് കേട്ടോ. റിഗാർഡിങ് എന്നുള്ള വേർഡ് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു നമ്മുടെ സബ്ജക്റ്റ്. ദെൻ നല്ല സാല്യൂട്ടേഷൻ കൊടുക്കണം. നല്ല സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സർ ഓർ മാം അല്ലേ? സർ ഓർ മാം എന്നുള്ള സാല്യൂട്ടേഷൻ കൊടുക്കണം. എന്നതിന് ശേഷം നമ്മൾ ലെറ്ററിനെ 3 പാർട്സ് ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് നമ്മുടെ കാര്യം. ലെറ്റർ ടു ദ എഡിറ്റർ ആവുന്ന സമയത്ത് മിക്കവാറും എന്തെങ്കിലും ഒരു ഇഷ്യൂലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും. അതിലേക്ക് ആ പത്രത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എഡിറ്റർക്ക് കത്തെഴുതുന്നത്. സോ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഇഷ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയണം. ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെറ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് പേപ്പറിലൂടെ ഈ ഒരു കാര്യം ജനങ്ങൾ അറിയുന്നത് വഴി എന്താണ് എന്തെങ്കിലും ചേഞ്ചസ് സൊസൈറ്റിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക. ആൻഡ് ഫൈനലി ഇതാ നമ്മൾ കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കും അല്ലെ? സിൻസിയർലി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി. സിൻസിയർലിനേക്കാളും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക ഫെയ്ത്ത്ഫുള്ളി ആണ് കേട്ടോ, വിശ്വാസത്തോടെ. സിൻസിയർലി എന്നുള്ളതിനേക്കാളും ഫെയ്ത്ത്ഫുള്ളി അല്ലേ? നമ്മൾ വിശ്വാസത്തോടെ എന്നുള്ളതാണ്, വിശ്വസ്തയോടെ നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുക. ഇതാണ് ഫോർമാറ്റ്. ഇനി ഞാൻ നിൽക്കുക ഒരു ലെറ്റർ ഇവിടെ കാണിച്ചു തരാം. ദ എഡിറ്റർ, മലയാള മനോരമ, ഡേറ്റ്. നമ്മളിതാ ഇത്രയേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി വേറൊരു പോസിബിലിറ്റി പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ എഴുതാൻ വേണ്ടി പറയും. അതായത് എഡിറ്റർക്ക് തന്നെ ഒരു ഇമെയിൽ ആയിട്ട് അയക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇമെയിൽ ആവുന്ന സമയത്ത് ഇതാ നിങ്ങൾ ഈ കാണുന്ന സാധനം ഒന്ന് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി, എഡിറ്റർ മലയാള മനോരമ അല്ലെ? എഡിറ്റർ .മനോരമ അല്ലെ? www. അങ്ങനെയാണല്ലോ ഒരു മെയിൽ ID സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണല്ലോ അല്ലെ? www എന്നല്ലേ? സോ www.editor@manorama@gmail.com അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൽ ID നിങ്ങൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, editor.manorama@gmail.com അല്ലെങ്കിൽ editor@hindu@gmail.com അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൽ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ചുമ്മാ ഒരു മെയിൽ ID, അത് ആ മെയിൽ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനകത്ത് ശരിക്കും ഒരു കത്ത് എഴുതാൻ വേണ്ടി പോകുന്നില്ലല്ലോ. സോ ഇമാജിനറി ആയിട്ടുള്ള ഒരു മെയിൽ ID നമ്മൾ അവിടെ കൊടുക്കണം. എന്നതിന് ശേഷം സബ്ജക്റ്റ് അല്ലെ? നമ്മൾ സബ്ജക്റ്റ് കൊടുക്കണം കേട്ടോ. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഷോർട്ടായിട്ട് എന്താണോ കാര്യം അതിനെ വളരെ ഷോർട്ടായിട്ട് നമ്മൾ പറയാം. എന്നതിന് ശേഷം നമ്മൾ സാല്യൂട്ടേഷൻ കൊടുക്കണം. അവിടെ സാല്യൂട്ടേഷനിൽ നിങ്ങൾക്ക് സർ ഓർ മാം എന്ന് കൊടുക്കാം. സർ ഓർ മാഡം, സർ ഓർ മാം. അല്ലാതെ ചില ആൾക്കാർ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിന് എത്രത്തോളം എനിക്ക് ശരിയാണെന്ന് അറിഞ്ഞൂടാ. ചില ആൾക്കാർ റെസ്പെക്റ്റഡ് ഓക്കെയാണ്, ഫൈനാണ്, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും നല്ലത് അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സർ ഓർ മാം എഴുതുന്നതാണ്. കളക്ടർക്കൊക്കെ കത്തെഴുതാൻ പറഞ്ഞ സമയത്ത് ഡിയർ കളക്ടർ എന്നൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാം എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ഒരു വൃത്തിയുള്ളത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സംഗതിയല്ലേ, അതിന് നമുക്ക് ജസ്റ്റ് സർ ഓർ മാം എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ ഓർ മാം, അത്രയും മതി കേട്ടോ. ഡിയർ എന്ന് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇതായിരിക്കും. ദെൻ
നോക്കിയേ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കിയേ. ഐ എം റൈറ്റിംഗ് ടു ബ്രിങ് അറ്റൻഷൻ ടു ദ ഇൻക്രീസിങ് സൈബർ ക്രൈംസ് ഇൻ കേരള. അല്ലെ, കേരളത്തിലെ സൈബർ ക്രൈംസിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. നൗ ഡേയ്സ് മെനി പീപ്പിൾ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആർ ബിക്കമിങ് വിക്ടിം ഓഫ് ഓൺലൈൻ ഫ്രോഡ്സ്, ഹാക്കിംഗ്, സൈബർ ബുള്ളിങ്. ഇറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ ദാറ്റ് നീഡ്സ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നൊക്കെ പറയാണ്. പിന്നെ നമ്മളിതാ ആ പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ പറയാണല്ലേ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ പറയാണ്. ആൻഡ് ലാസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ ഇതിനെതിരെ അല്ലെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യണം. ആൻഡ് ടീച്ച് സേഫ് ഓൺലൈൻ പ്രാക്ടീസസ് ടു എവറി വൺ. എല്ലാവർക്കും നമ്മൾ സേഫ് ആയിട്ടുള്ള ഓൺലൈൻ പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ എല്ലാവരും അല്ലേ നമ്മൾ സൈബർ സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്നുള്ളത് മെയിൻ കാര്യമാണ്. ഐ റിക്വസ്റ്റ് യു ടു. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോർമാറ്റാണ് കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ കോണ്ടന്റ് നിങ്ങൾ നോക്കണ്ട, ഫോർമാറ്റ് നോക്കിയാൽ മതി. ഐ റിക്വസ്റ്റ് യു ടു പബ്ലിഷ് മോർ ആർട്ടിക്കിൾസ് ഓൺ സൈബർ ക്രൈംസ് ആൻഡ് വേസ് ടു സ്റ്റേ സേഫ് ഓൺലൈൻ. അപ്പം നിങ്ങളോട് ആ പത്രാധിപർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, കൂടുതൽ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുക, അല്ലെ, ഈ ഒരു ഇഷ്യൂനെ മിറർ ചെയ്യുക, ഈ ഒരു ഇഷ്യൂനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. ദെൻ ദിസ് വിൽ ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഡേഞ്ചേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ബെറ്റർ. ആൾക്കാരെ എന്താണ് കുറേയും കൂടെ ഇത് ബോധവാന്മാരാക്കുകയും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലേ ഒന്നും കൂടെ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. ലാസ്റ്റ് കണ്ടോ, സിൻസിയർലി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി അരുൺ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേര് കൊടുക്കുക. സോ ദിസ് ഇസ് ഹൗ യു ഷുഡ് റൈറ്റ് ലെറ്റർ ടു ദ എഡിറ്റർ. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇത്രയേ ഉള്ളൂ ബാബുസ്വാമി, അത്രയേ ഉള്ളൂ, കൂടുതൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനുള്ള മാർക്കൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. ഇതിനൊക്കെ ഫോർമാറ്റിന് മാർക്കുള്ള സംഗതിയാണ്. കോണ്ടന്റിനും മാർക്കുണ്ട്, ഫോർമാറ്റിനും മാർക്കുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ലെറ്റേഴ്സിനൊന്നും മാർക്ക് ഒരിക്കലും കളയരുത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.